പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. +2 പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഏകദേശം എല്ലാ വർഷങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് ചോദിച്ച ഒരു ഭാഗമാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലെ ഗോസസ് തിയറവും അതിൻ്റെ അപ്ലിക്കേഷൻസും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോസസ് തിയറം ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ഗോസസ് തിയറം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഗോസസ് ലോ എന്തിനെക്കുറിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഗോസസ് തിയറം പറയുന്നത് ഇലക്ട്രിക് ഫ്ലെക്സിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ഫ്ലെക്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലെക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഗോസസ് ലോയിൽ നിന്ന് കിട്ടുന്നത്. അത് ഏത് തരം സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലെക്സിനെയാണ്? ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ സർഫസിലൂടെയുള്ള ഫ്ലെക്സിൻ്റെ ഇക്വേഷനാണ് ഗോസസ് തിയറം പറയുന്നത്. ആദ്യം ഞാനൊരു ക്ലോസ്ഡ് സർഫസ് വരക്കാം. ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഫെറിക്കൽ സർഫസ് ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഇതൊരു സ്ഫെറിക്കൽ സർഫസ് ആയിട്ട് പരിഗണിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു ബോക്സ്, ഒരു ക്യൂബോയിഡ്, സാധാരണ നമ്മൾ കാണുന്ന കാർഡ്ബോർഡ് പെട്ടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബോക്സ്, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ, ഒരു വോളിബോൾ, അതൊക്കെ പുറം ഭാഗം കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ട് ഉള്ളിൽ ഒരു ചാർജൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലോസ്ഡ് സർഫസാണ്. അപ്പോൾ ഇതൊരു ഫുട്ബോൾ അല്ലെങ്കിൽ വോളിബോൾ അങ്ങനെ എന്തെങ്കിലും സങ്കല്പിക്കാം. അതിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് ഉണ്ട്. ഉള്ളിൽ എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഒരു ചാർജ് Q. ഇനി കുറേ ചാർജുകളുണ്ട്. ആ ചാർജുകളുടെ ഒക്കെ ടോട്ടൽ ചാർജ് നമ്മൾ Q എന്ന് എഴുതുകയാണെങ്കിൽ ഈ ചാർജ് കാരണം ഈ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലെക്സിനെ കുറിച്ചാണ് ഗോസസ് തിയറം പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഗോസസ് തിയറം എന്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഗോസസ് തിയറത്തിൽ പറയുന്നത്? ഫൈ ഈക്വൽ ടു. അപ്പോൾ എന്താണ് ഫൈ? ഇലക്ട്രിക് ഫ്ലെക്സ്. പക്ഷേ ഈ ഫൈ എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് മാത്രം മനസ്സിലാക്കിയ പോരാ. ഇലക്ട്രിക് ഫ്ലെക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലെക്സ്. Electric flux through a closed surface. Electric flux through a closed surface. Closed surface is equal to. അപ്പോൾ is equal to. ഈ ക്ലോസ്ഡ് സർഫസിലൂടെ ഉള്ള ഫ്ലെക്സ് ഈക്വൽ ടു. അതാ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത്. ഇത് ഇലക്ട്രിക് ഫ്ലെക്സ് through a closed surface is equal to 1/epsilon 0 times എന്ന് പറഞ്ഞാൽ തവണ the charge enclosed is equal to 1/epsilon 0 times the charge enclosed. അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഏതായാലും ഒരു ക്ലോസ്ഡ് സർഫസ്, ഞാൻ പറഞ്ഞു പുറം ഭാഗം ക്ലോസ്ഡ് ആയ ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചാർജ് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ചാർജ് കാരണം അതിലൂടെയുള്ള ഫ്ലെക്സ്, ദ ഇലക്ട്രിക് ഫ്ലെക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് എന്ന തവണ ഇൻറ്റു ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ്. അപ്പോൾ എന്താണ് ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ദ ഇലക്ട്രിക് ഫ്ലെക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ്. ഇതാണ് ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിന് അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. 3 അപ്ലിക്കേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ ഏകദേശം എല്ലാ വർഷങ്ങളിലും ഈ ഗോസസ് തിയറമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഗോസസ് തിയറത്തിൻ്റെ 3 അപ്ലിക്കേഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോസസ് തിയറത്തിൻ്റെ 3 അപ്ലിക്കേഷൻസ് ആണ്. ഈ 3 ആപ്ലിക്കേഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായും ഇതിൻ്റെ ഡയഗ്രാം സഹിതം ഡെറിവേഷൻസ് പഠിക്കണം. ഈ ഡെറിവേഷൻസ് പഠിച്ചാൽ സാധാരണ 3 മാർക്കിനൊക്കെ ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. എന്താണ് ടോപ്പിക്ക്? ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ. ചാർജ്ഡ് വയർ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് ചാർജുള്ള ഒരു വയറാണ്. വയർ എന്ന് പറയുമ്പം അതൊരു വടിയാകാം, ഒരു നൂലാകാം, ഒരു ത്രെഡാകാം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണിയാകാം. വയർ രൂപത്തിലുള്ള ഒരു ചാർജ്ഡ് ബോഡി, അതൊരു കണ്ടക്ടർ തന്നെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചാർജുള്ള ഒരു ലീനിയർലി നീളത്തിൽ ചാർജുള്ള ഒരു ബോഡി, ഈ ബോഡി കാരണം അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ആ ഡിസ്റ്റൻസിലെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. അതാണ് നമ്മുടെ ടോപ്പിക്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു
ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ. അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നീളം ഇനിയും ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ എൽ എന്ന ഈ ഒരു ലെങ്ത്താണ്. ആ എൽ എന്ന ലെങ്ത്തിലെ ചാർജ് ക്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരു സ്ട്രെയിറ്റ് ചാർജ്ഡ് ബോഡി അഥവാ ചാർജ്ഡ് വയർ, അത് കാരണം അതിൽ നിന്ന് ആ ഡിസ്റ്റൻസിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് അക്കോർഡിംഗ് ടു ഗോസസ് തിയറം, ഗോസസ് തിയറം ഉപയോഗിച്ചാണല്ലോ നമ്മൾ കാണേണ്ടത്. ഈ ഗോസസ് തിയറത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇത് ഒരു ക്ലോസ്ഡ് സർഫസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുക. കാരണം അതിൽ പറയുന്നത് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എന്നാണ്. നേരത്തെ നമ്മളൊരു സ്ഫിയർ വരച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ക്ലോസ് ചെയ്യപ്പെട്ട സർഫസിൻ്റെ ഉള്ളിലായിരിക്കണമല്ലോ ചാർജ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ചാർജ്ഡ് വയർ നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വയറിന് അനുയോജ്യമായ സർഫസ് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണ്. അപ്പോൾ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ഉള്ളിലാണെന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ ആ ഗോസിയൻ സർഫസിലെ, അത് നമ്മൾ ഗോസിയൻ സർഫസ് എന്നാണ് വിളിക്കുക, ആ സർഫസിലെ ഒരു പോയിന്റ് ആയിരിക്കും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റ്. ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ആ സർഫസിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഗോസിയൻ സർഫസ് വരക്കുന്നത്. ഗോസിയൻ സർഫസ് നമ്മൾ സങ്കല്പിക്കുകയാണ്, ഇമാജിനറി ആയിട്ട് നമ്മൾ വരക്കുകയാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോസസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് സങ്കല്പിച്ചു, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ട്. ഇനി നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രിക് ഫ്ലക്സിന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മുൻഭാഗത്ത് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഒരു സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോവുകയാണ്, ഈ ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നു. ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു EA cos തീറ്റ. ഇത് ഈ ഇക്വേഷനെ പല രീതിയിൽ എഴുതാറുണ്ട്. ഈ എസ് കോസ് തീറ്റ എന്ന് എഴുതാറുണ്ട്, പിന്നെ ഈ DS കോസ് തീറ്റ എന്നൊക്കെ എഴുതാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏരിയ ആണ്. അപ്പോൾ ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സ് ഈസ് ഈക്വൽ ടു EA കോസ് തീറ്റ. ഈ എന്താണ്? ഈ സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചാർജ്ഡ് ബോഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് കാരണമാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചാർജ്ഡ് ബോഡി കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് E. പിന്നെ എ എന്താണ്? ഏത് സർഫസിലൂടെയുള്ള ഫ്ലെക്സ് ആണോ കാണുന്നത് ആ സർഫസിൻ്റെ ഏരിയ ആണ് എ. അപ്പോൾ ആ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് എ, നമ്മൾ ഫ്ലെക്സ് കാണുന്ന സർഫസിൻ്റെ ഏരിയ. തീറ്റ എന്നത് ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് നോർമൽ ടു ദ സർഫസ്. ഉദാഹരണത്തിന് ഇതിൻ്റെ സർഫസിലൂടെ ഫ്ലെക്സ് ആണ് കാണുന്നതെങ്കിൽ, ഇതൊരു തിൻ ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ ഇതിൻ്റെ നോർമൽ ഈ ഡയറക്ഷനിലേക്കാണ്. ഈ റെഡിങ് പേന കാണിക്കുന്നത് ഈ സർഫസിൻ്റെ നോർമലാണ്. പിന്നെ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡും ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇലക്ട്രിക് ഫീൽഡും ഈ സർഫസിൻ്റെ നോർമലും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അത് മറ്റ് ചില കേസുകളിൽ മാറാം. ഇപ്പോൾ ആംഗിൾ മാറും. ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും സർഫസ് ഇങ്ങനെയാണെങ്കിൽ സർഫസിൻ്റെ നോർമൽ ഇങ്ങോട്ടാണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. എനിവേ, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് നോർമൽ ടു ദ സർഫസ്. അപ്പോൾ എന്തിനാണ് ഈ ഇക്വേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ കാരണം R എന്ന ഡിസ്റ്റൻസിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ചാർജ്ഡ് ബോഡി ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ നമ്മളൊരു സിലിണ്ടറിക്കൽ സർഫസ് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഡയഗ്രാം നമ്മൾ വരച്ചു, ഡയഗ്രാം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഈ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലെക്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്താണ് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ? നമുക്ക് അവസാനമായി കണ്ടുപിടിക്കേണ്ട ഇലക്ട്രിക് ഫീൽഡാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫ്ലെക്സിൻ്റെ ഇക്വേഷനിൽ E ഉണ്ട്, അതാണ് അവസാനം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ നമുക്കിവിടെ 3 സർഫസുകളുണ്ട്. ഈ ഒരു ഗോസിയൻ സർഫസിന് അല്ലെങ്കിൽ സിലിണ്ടറിന് 3 സർഫസുകളുണ്ട്. അതിൽ 2 എൻഡ് സർഫസുകളാണ്, ഒന്ന് കർവ്ഡ് സർഫസ് ആണ്.
എൻഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇത് എൻഡ് സർഫസ് ആണ്, മുകളിലെ എൻഡാണ്. താഴെ ഇതുപോലെ എൻഡ് സർഫസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ബോഡി സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പൈപ്പ് സങ്കല്പിച്ചാൽ പൈപ്പിൻ്റെ ആ ഭാഗം കേർവ്ഡ് സർഫസ് ആണ്. പൈപ്പിൻ്റെ മുകൾ ഭാഗം ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ ഒരു എൻഡ് സർഫസ് ഉണ്ട്, താഴ്ഭാഗത്തും എൻഡ് സർഫസ്, അങ്ങനെ 3 സർഫസുകളുണ്ട്. അപ്പോൾ എൻഡ് സർഫസുകളിൽ ആദ്യം നമ്മൾ എഴുതാണ് ദ ഫ്ലെക്സ് ത്രൂ എൻഡ് സർഫസ്. ഫ്ലെക്സ് ത്രൂ എൻഡ് സർഫസ്, 2 എൻഡ് സർഫസ് ഉണ്ട്, അത് രണ്ടും ഫ്ലെക്സ് 0 ആണ്. എന്തുകൊണ്ടാണ് എൻഡ് സർഫസിലെ ഫ്ലെക്സ് 0 ആവുന്നത്? നമ്മൾ EA cos തീറ്റയിലെ തീറ്റ 90 ഡിഗ്രിയാണ്. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം കോസ് 90 ഡിഗ്രി 0 ആണല്ലോ. അപ്പോൾ കോസ് 90 0 ആവുന്നത് കൊണ്ടാണ് ഇവിടെ എൻഡ് സർഫസുകളിലെ ഫ്ലെക്സ് 0 ആകുന്നത്. എന്തുകൊണ്ടാണ് എൻഡ് സർഫസുകളിലെ ഫ്ലെക്സ് 0 ആവുന്നത്? നോക്കൂ, എന്തുകൊണ്ടാണ്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഈ ചാർജ്ഡ് ബോഡി കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സർഫസിൻ്റെ നോർമൽ മുകളിലോട്ടായിരിക്കും. ടോപ്പ് സർഫസ് ഈ രീതിയിലാണ് ഉണ്ടാവുക, അപ്പോൾ അതിൻ്റെ നോർമൽ മുകളിലോട്ടാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, ഈ ചാർജ്ഡ് ബോഡി കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഇവിടെ തീറ്റ 90 ഡിഗ്രിയാണ്. ഇതേപോലെ താഴ്ഭാഗത്തും നോർമൽ താഴോട്ടാണ്, ഈ താഴെയുള്ള സർഫസിന് നോർമൽ താഴോട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഇവിടെയും തീറ്റ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, നോർമൽ ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ തീറ്റ 90 ഡിഗ്രിയാണ്. ഇവിടെയും തീറ്റ 90 ഡിഗ്രി, ഇവിടെ നോർമൽ, ഇത് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ 2 കേസിലും 2 എൻഡ് സർഫസിലും തീറ്റ 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90 0 ആണ്, അപ്പോൾ ഫ്ലെക്സ് 0 ആണ്. ഇനി കർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലെക്സ്, കർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലെക്സ് ഫൈ ഈസ് ഈക്വൽ ടു EA തീറ്റ 0 ആണ് വരിക. തീറ്റ 0 ആണെങ്കിൽ എന്തുകൊണ്ടാണ് തീറ്റ 0 വരുന്നത്? നിങ്ങൾ നോക്കൂ, ഇതാണ് കർവ്ഡ് സർഫസ്. ഈ റൗണ്ടിലുള്ള, ഈ സിലിണ്ടറിൻ്റെ റൗണ്ടിലുള്ള സർഫസ് ആണ് കർവ്ഡ് സർഫസ്. ആ സർഫസിൻ്റെ ഇവിടുത്തെ നോർമൽ എടുത്ത് നോക്കിയാൽ ഇങ്ങോട്ടാണ് കിട്ടുക. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ വളഞ്ഞു വരുമ്പോൾ ഇവിടെ നോർമൽ എടുത്താണ് അങ്ങോട്ടല്ലേ കിട്ടുക. പിന്നെ ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡും ഈ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ കർവ്ഡ് സർഫസിന് തീറ്റ 0 ഡിഗ്രിയാണ്. തീറ്റ 0 ആണെങ്കിൽ കോസ് 0 1 ആണല്ലോ. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു E ഇൻറ്റു, പിന്നെ ഈ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്താണ്? ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ 2πRL ആണ്. അപ്പോൾ 2πRL ആണ് ഇവിടെ വരുന്നത്. കോസ് 0 1 ആണ്. കോസ് 0 1 ആയതുകൊണ്ട് E ഇൻറ്റു 2πRL. ഇനി ഈ കിട്ടിയ ഇക്വേഷനെ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു ഗോസസ് തിയറം, നമുക്ക് ഈ ഒരു ഇക്വേഷന് ഈ ഫൈൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? E ഇൻറ്റു 2πRL, E ഇൻറ്റു 2πRL ഇസ് ഈക്വൽ ടു 5 ആണല്ലോ. 5ക്ക് പകരം ഗോസസ് തിയറം പ്രകാരം Q/ε0 എന്ന് കൊടുക്കാം. Q/ε0. ഇവിടെ നമ്മളൊരു ടേം പുതിയത് പഠിക്കുന്നത് എന്താ പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഇപ്പോൾ ചാർജ് ഡെൻസിറ്റി ചാർജ് സാന്ദ്രതയാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ ജനസാന്ദ്രത പറയുമ്പോൾ ഒരു നിശ്ചിത വോളിയത്തിലെ ജനങ്ങളുടെ എണ്ണമാണ്. അതേപോലെ ചാർജ് സാന്ദ്രത എന്ന് പറയുമ്പോൾ, ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നിശ്ചിത ലെങ്ത്തിലെ ചാർജിൻ്റെ എമൗണ്ട് ആണ്. ഇപ്പം ലീനിയർ ചാർജ് ഡെൻസിറ്റി അഥവാ ലീനിയർ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, ഈ ലെങ്ത്തിലെ ചാർജ് ഡെൻസിറ്റി എന്താണ്? നിശ്ചിത ലെങ്ത്തിൽ ചാർജ് കൂടുതലാണെങ്കിൽ ചാർജ് ഡെൻസിറ്റി കൂടുതലാണ്, ചാർജ് കുറവാണെങ്കിൽ ചാർജ് ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു Q/L എന്നൊരു ടേം നാം മുമ്പേ പഠിക്കുന്നുണ്ട്, ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു Q/L ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് എഴുതാം? Q ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു L. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ കൊടുത്താൽ E ഇൻറ്റു 2πRL ഈസ് ഈക്വൽ ടു ലാംഡ L ഡിവൈഡഡ് ബൈ ε0. ഇവിടെ L ക്യാൻസൽ ആയാൽ E ഈക്വൽ ടു എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ലാംഡ ബൈ ഈ 2πε0R എന്ന് വരും. 2πε0R
എന്താ ചെയ്തിരിക്കുന്നത്? ഈ 2π റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, ആറും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, ഈ മാത്രം ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഈ ഈക്വൽ ടു ലാംഡ ബൈ ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 ആറ് ഡിനോമിനേറ്ററിൽ. ഇതാണ് ഒരു സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. ആകെ ഒരു 4 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. എന്താ മനസ്സിലാക്കണം? ആദ്യം ഈ ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. ഈ ഡയഗ്രാം ഒരു സ്ട്രെയിറ്റ് ചാർജ്ഡ് വയറാണ്. പിന്നെ ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കണം. കാരണം നമുക്ക് ഈ ഗോസസ് തിയറം ഒരു ക്ലോസ്ഡ് സർഫസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ R എന്ന ഡിസ്റ്റൻസിലാണ് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടത്. അതുകൊണ്ട് R റേഡിയസ് ആയിട്ടുള്ള സിലിണ്ടറാണ് വരച്ചത്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം, സിലിണ്ടറിന് 3 സർഫസ് ഉണ്ട്. ആ 2 എൻഡ് സർഫസും ഒരു എന്താണ് കർവ്ഡ് സർഫസുമാണ്. ഈ 2 എൻഡ് സർഫസിലെയും ഫ്ലെക്സ് 0 ആണ്. മുകളിലത്തെ സർഫസിലും ഫ്ലെക്സ് 0 ആണ്, താഴത്തെ സർഫസിലും ഫ്ലെക്സ് 0 ആണ്. ബിക്കോസ് തീറ്റ 90 ഡിഗ്രി cos 90 0 ആണ്. പിന്നെ കർവ്ഡ് സർഫസിൽ ഫ്ലെക്സ് EA cos 0 ആണ്. cos 0 1 ആണ്. അപ്പോൾ A പക്ഷേ 2πRL. അടുത്ത സ്റ്റെപ്പിൽ ഈ ഫൈയുടെ സ്ഥാനത്ത് നമ്മൾ ഗോസസ് തിയറം പ്രകാരം Q/ε0 കൊടുക്കുന്നു. അപ്പോൾ E × 2πRL ഈസ് ഈക്വൽ ടു ഫൈയുടെ സ്ഥാനത്ത് Q/ε0. പിന്നെ ലാസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ക്യൂവിന് പകരം ലാംഡ L. അപ്പോൾ L ക്യാൻസൽ ആയാൽ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πε0 R. അപ്പോൾ നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. അതേപോലെ തന്നെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ലാംഡ എന്നത് ചാർജ് ഡെൻസിറ്റിയാണ്. പിന്നെ ε0 നമുക്ക് വാല്യൂ അറിയാം. R എന്നത് ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്ന് എത്ര ദൂരത്തിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗോസസ് തിയറത്തിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഗോസസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്, നമ്മുടെ ഒരു നോട്ട്ബുക്കിൻ്റെ പേജിന് നമുക്കൊരു പ്ലെയിൻ ഷീറ്റായിട്ട് സങ്കല്പിക്കാം. ഇതൊരു പ്ലെയിൻ ഷീറ്റാണ്. അങ്ങനെയുള്ളൊരു പ്ലെയിൻ ഷീറ്റ്, പക്ഷെ അത് ഇൻഫിനിറ്റ് ആണ്. നമ്മളതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം എടുക്കും നമുക്ക് പഠിക്കാൻ വേണ്ടി. ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് കാരണം അത് ചാർജ്ഡ് ആണ്. അത് ചാർജ്ഡ് ആയ അപ്പോൾ ഇതിൻ്റെ മുകളിൽ മുഴുവൻ ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിന് മുഴുവൻ അല്ലെങ്കിൽ ഏകദേശ ഭാഗവും പോസിറ്റീവ് ചാർജിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ ഗോസസ് തിയറം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ ഡയഗ്രാം വരക്കണം. ഡയഗ്രാം ഒരു പ്ലെയിൻ ഷീറ്റാണ് ഡയഗ്രാം വരക്കുന്നത്. ഒരു പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ ഈ പ്ലെയിൻ ഷീറ്റ് ചാർജ്ഡാണ്. ഇതിൻ്റെ മുകളിൽ ചാർജ് ഉണ്ട്. നമുക്ക് പോസിറ്റീവ് ചാർജ് സങ്കല്പിക്കാം. ഇതിൽ പോസിറ്റീവ് ചാർജുകളുണ്ട്. ഈ ചാർജ്ഡ് ബോഡി കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ എത്ര ദൂരത്ത് എന്നൊന്നും പറയുന്നില്ല. കാരണം ദൂരം അവിടെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാ ദൂരത്തും ഒരേപോലെയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കാരണം ഇതിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ചാർജ് ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ വീണ്ടും എടുക്കുന്ന ഗോസിയൻ സർഫസ് സിലിണ്ട്രിക്കൽ സർഫസ് തന്നെ. അപ്പോൾ ഈ സിലിണ്ട്രിക്കൽ സർഫസിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജ്, ഇപ്പോൾ ഇത്രയും ഇവിടെ ഈ ഭാഗത്ത് ചാർജ് ഉണ്ടല്ലോ, ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആദ്യം കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഒരു ഗോസിയൻ സിലിണ്ട്രിക്കൽ സർഫസ് സങ്കല്പിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ സിലിണ്ടറിന് 3 സൈഡുകൾ ഉണ്ടാകും. 2 എൻഡ് സർഫസും ഒരു കർവ്ഡ് സർഫസും. ഇവിടെ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. ആദ്യം ഞാൻ പറഞ്ഞു ഈ ഇക്വേഷൻ എപ്പോഴും ഓർമ്മ വേണം. ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ ഫൈ ഈസ് ഈക്വൽ ടു EA cos θ. നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഫ്ലെക്സ് കാണും, എന്നിട്ട് പിന്നെ അതിലേക്ക് ഗോസസ് തിയറം കൊടുക്കുകയാണ്. നേരത്തെ അങ്ങനെയാണ് ചെയ്തത്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം കർവ്ഡ് സർഫസിലെ ഫ്ലെക്സ് 0 ആണെന്ന് കണ്ടുപിടിച്ചു. എൻഡ് സർഫസിൽ അത് 0 ആണെന്ന് കണ്ടുപിടിച്ചു. കർവ്ഡ് സർഫസിൽ E × 2πRL എന്ന് കിട്ടി. പിന്നെ ആ E × 2πRL ഈക്വൽ ടു Q/ε0 എന്ന് വരുന്നു. അപ്പോൾ ഗോസസ് തിയറം പിന്നീടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഫ്ലെക്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലെക്സ് ത്രൂ കർവ്ഡ് സർഫസ് ഇവിടെ 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്?
ഫ്ലെക്സ് ത്രൂ കർവ്ഡ് സർഫസ് ഫൈ 0 ആവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തീറ്റ 90 ഡിഗ്രിയാണ്. തീറ്റ 90 ഡിഗ്രി ആകുമ്പം നമുക്കറിയാം കോസ് 90 0 ആണ്. അതുകൊണ്ട് ഫ്ലെക്സ് 0 ആകും. എന്തുകൊണ്ടാണ് തീറ്റ 90 ആവുന്നത് നോക്കൂ നിങ്ങൾ. ഇതൊരു പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ഷീറ്റ്, ഇതിൽ പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്, ഈ ഭാഗത്ത് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെയാണ് അവിടെയുള്ള സിലിണ്ടർ ഉള്ളത്. സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മുകൾ ഭാഗം സങ്കല്പിക്കുക. മുകൾ ഭാഗത്തിൻ്റെ നോർമൽ മുകളിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പൈപ്പ് സങ്കല്പിച്ച് നോക്കൂ. ഈ പോയിന്റിൽ നോർമൽ മുകളിലോട്ടാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഭാഗത്തിൻ്റെ നോർമൽ മുകളിലോട്ടാണ്. പക്ഷേ ഈ പോസിറ്റീവ് ചാർജ് കാരണം ഇങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്, ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്കാണ് മാത്രമാണുള്ളത്. അപ്പോൾ തീറ്റ 90 ഡിഗ്രിയാണ്. അതേ സ്ഥാനത്ത് എൻഡ് സർഫസുകളിൽ രണ്ടിടത്തിലും തീറ്റ 0 ആണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് കാരണം ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. പിന്നെ ഈ സർഫസിൻ്റെ നമ്മളിവിടെ സങ്കല്പിക്കുന്ന സിലിണ്ടറിൻ്റെ ഈ എൻഡ് സർഫസിൻ്റെ നോർമലും ഇങ്ങോട്ടാണ്. അപ്പോൾ തീറ്റ 0 ആണ്. നോർമൽ ഇങ്ങോട്ട് തന്നെ, അപ്പോൾ തീറ്റ 0. അപ്പോൾ ഈ എൻഡ് സർഫസിലും തീറ്റ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് കാരണം ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ. പിന്നെയോ നമ്മൾ സങ്കല്പിച്ച സിലിണ്ടറിൻ്റെ നോർമൽ ഇവിടെ ഇങ്ങോട്ട്, അപ്പോൾ തീറ്റ 0 ഡിഗ്രി. അപ്പോൾ രണ്ട് എൻഡ് സർഫസിലും തീറ്റ 0 ആണ്. അപ്പോൾ ഫ്ലെക്സ് ത്രൂ each end surface phi is equal to EA. പിന്നെ തീറ്റ 0 ആയതുകൊണ്ട് കോസ് 01 ആണ്. അപ്പോൾ EA കോസ് 01 ആണ് EL. അപ്പോൾ ഫോർ ടു സർഫസസ്, രണ്ട് സർഫസ് ഉണ്ടല്ലോ, രണ്ട് ഭാഗത്തുണ്ടല്ലോ, ഇപ്പുറത്തുണ്ട് കർവ്ഡ് സർഫസ്, അപ്പുറത്തുണ്ട് എൻഡ് സർഫസ്. അപ്പോൾ എൻഡ് സർഫസ്, അപ്പോൾ ഫോർ ടു സർഫസസ് ഫൈ ഇസ് ഈക്വൽ ടു 2EA. ഇനി അക്കോർഡിംഗ് ടു ഗോസസ് തിയറം, ഗോസസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫൈയുടെ സ്ഥാനത്ത് Q/ε0 എന്ന് കൊടുക്കാം. അപ്പോൾ Q/ε0 ഈസ് ഈക്വൽ ടു 2EA. ഇനി ഈ Q നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഇവിടെ നേരത്തെ λ/L ആണ്, λL എന്നാണ് ക്യൂവിന് കൊടുത്തത്. ഇവിടെ പക്ഷേ ഒരു സർഫസിലാണ് ചാർജ് ഉള്ളത്. ഈ സർഫസിൻ്റെ ഏരിയ A, അവിടെയുള്ള ചാർജ് Q ആണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു Q/A എന്നാണ്. അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ Q ഇസ് ഈക്വൽ ടു സിഗ്മ A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഇവിടെ Qന് എന്ത് കൊടുക്കാം? സിഗ്മ A. നേരത്തെ λL എന്ന് കൊടുത്തത് ഒരു ലെങ്ത്തിൽ ആണ് ചാർജ് ഉള്ളത്, ഇവിടെ ഏരിയയിൽ ആണ് ചാർജ് ഉള്ളത്. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. അപ്പോൾ സിഗ്മ ഈസ് ചാർജ് പെർ ഏരിയ. നേരത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി λQ/L എന്ന് കിട്ടിയതുപോലെ ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ Q/A. അപ്പോൾ എന്താണ് സിഗ്മക്ക് പകരം, ക്യൂവിന് പകരം എന്താണ് സിഗ്മ A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ A ഡിവൈഡഡ് ബൈ ε0 ആണ് 2EA. അപ്പോൾ A ക്യാൻസൽ ആവുന്നു. നേരത്തെ L ക്യാൻസൽ ആയിരുന്നു, ഇവിടെ ഈ A ക്യാൻസൽ ആവുന്നു. അപ്പോൾ E ഈസ് ഈക്വൽ ടു സിഗ്മ/2ε0, സിഗ്മ/2ε0. അപ്പോൾ ഇതാണ് നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. നോക്കൂ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു പ്ലെയിൻ ഷീറ്റ് വരച്ചു, പിന്നെ അതിലുള്ള ചാർജ് ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലാകണമെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് സങ്കല്പിക്കുന്നു, അതൊരു സിലിണ്ടർ തന്നെയാണ്. അപ്പോൾ ഈ സിലിണ്ടറിന് 3 സർഫസ് ഉണ്ട്, 2 എൻഡ് സർഫസുകളും ഒരു കർവ്ഡ് സർഫസും. കർവ്ഡ് സർഫസിലെ ഫ്ലെക്സ് 0 ആണെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു, കാരണം അവിടെ നമ്മൾ ഈക്വേഷനിൽ തീറ്റ കോസ് 90 വരുമ്പോൾ കോസ് 90 0 ആണ്, അപ്പോൾ ഫ്ലെക്സ് 0 ആണ്. പിന്നെ 2 എൻഡ് സർഫസിലും തീറ്റ 0 ആണ്, അപ്പോൾ കോസ് 0 1 ആയതുകൊണ്ട് ഫ്ലെക്സിൻ്റെ ഈക്വേഷൻ EA എന്നാണ് വരിക. പക്ഷേ ഓരോ എൻഡിലും EA ആണ്, അപ്പോൾ 2 എൻഡിലും കൂടെ 2EA ആണ്. പിന്നെ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫൈയുടെ സ്ഥാനത്ത് ഈ Q/ε0 എന്നാവുന്നു. അപ്പോൾ Q/ε0 ഈസ് ഈക്വൽ ടു 2EA. പിന്നെ Q
ക്യൂവിന് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ എ ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 2EA. എ ക്യാൻസലായി. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. തൊട്ട് മുമ്പത്തെ ഡെറിവേഷനും ഇതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഓരോ ഭാഗത്തെയും ഫ്ലെക്സ് കണ്ടിട്ട് ടോട്ടൽ ഫ്ലെക്സ് കണ്ടുപിടിക്കുന്നു. ആ ഫ്ലെക്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ഗോസസ് തിയറം പ്രകാരം Q ബൈ എപ്സിലോൺ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവസാനം നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അടുത്തതായി നമുക്ക് ഗോസസ് തിയറത്തിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. സ്ഫെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹോളോസ്ഫിയറാണ്. ഉള്ളു പൊള്ളയായ ഒരു സ്ഫിയറാണ് ഹോളോസ്ഫിയർ, സ്ഫെറിക്കൽ ഷെൽ. അപ്പോൾ ഒരു ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ, ഒരു സ്ഫെറിക്കൽ ഷെൽ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ 3 സ്ഥലത്ത് കണ്ടുപിടിക്കുന്നുണ്ട്. ഒന്ന് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ. ഇപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട P എന്ന പോയിന്റ് ഈ സ്ഫെറിക്കൽ ഷെല്ലിന് പുറത്താണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി 2 കേസ് കൂടെ ചെയ്യും. അതിൽ രണ്ടാമത്തത് അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ പോയിന്റ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. അപ്പോൾ 3 സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കും. ആദ്യമായിട്ട് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ. അറ്റ് എ പോയിന്റ് outside the shell. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട ഈ പോയിന്റ് ഈ ഷെല്ലിന് പുറത്താണ്. ഓക്കെ, നമ്മൾ ആദ്യം എപ്പോഴും ഈ ഒരു ഇക്വേഷൻ ഓർമ്മയിൽ വേണം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലെക്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ദ ഫ്ലെക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ്. ഇവിടെ ഒരൊറ്റ രീതിയിലുള്ള സർഫസിന് നേരത്തെയൊക്കെ എൻഡ് സർഫസ്, അതേപോലെ കേർവ്ഡ് സർഫസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ മൊത്തത്തിലൊരു സ്ഫിയറാണ് നമ്മുടെ ഗോസിയൻ സർഫസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ഒരു സ്ഫിയറാണ്. ഓക്കെ, ഇതാണ് ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. നമ്മൾ ഇതുവരെ പറഞ്ഞ കേസുകളിലൊക്കെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ചാർജ്ഡ് ബോഡി ഒരു ഗോസിയൻ സർഫസിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലായിരിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ 2 കേസിലും നമ്മൾ സിലിണ്ടറാണ് അങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് സങ്കല്പിച്ചത്, അഥവാ ഗോസിയൻ സർഫസ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊരു സ്ഫിയർ ആയതുകൊണ്ട് ഗോസിയൻ സർഫസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു സ്ഫിയർ തന്നെയാണ്. അപ്പോൾ ഈ പുറത്തുള്ള സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഫ്ലെക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ്, ദ ഫ്ലെക്സ് ത്രൂ the Gaussian surface, Gaussian surface phi is equal to എന്താണ് EA cos 0 ആണ് വീണ്ടും വരുന്നത്. കാരണം ഇതൊരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്കാണ്. അതേപോലെ ഈ സർഫസിൻ്റെ നോർമലും ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ തീറ്റ 0 ആണ്. ഇനി ഈ ഗോസിയൻ സർഫസിൻ്റെ ഏരിയ എന്താണ്? E ഇൻറ്റു ഏരിയ എന്താണ്? 4πr² ആണ്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ R കാണാം. ഈ ഡിസ്റ്റൻസ് നമ്മൾ സ്മോൾ r എന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് എവിടെയാണോ ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എപ്പോഴും നമ്മൾ r എന്ന് എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഗോസിയൻ സർഫസിൻ്റെ ഏരിയ ആണ് ഇവിടെ വരേണ്ടത്. കാരണം ദ ഫ്ലെക്സ് ത്രൂ ഗോസിയൻ സർഫസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതിലെ ഏരിയ ആണ് A. അപ്പോൾ ആ ഏരിയക്ക് 4πr² എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് E ഇൻറ്റു 4πr² ഇസ് 5. അപ്പോൾ ഇനി നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ഗോസസ് തിയറം, ഗോസസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ phi is equal to Q by epsilon 0 എന്നാണല്ലോ. അപ്പോൾ Q by epsilon 0 is equal to E into 4πr². നമുക്കറിയാം ഗോസസ് തിയറം phi is equal to Q by epsilon 0. അപ്പോൾ ഫൈയുടെ സ്ഥാനത്ത് Q by epsilon 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Q by epsilon 0 is equal to E into 4πr². ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ Q എന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ചാർജ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു സർഫസിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്കറിയാം സിഗ്മ ഈസ് ഈക്വൽ ടു Q by A. അപ്പോൾ Q ഈസ് ഈക്വൽ ടു സിഗ്മ A എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചാർജിൻ്റെ സ്ഥാനത്ത് സിഗ്മ A ഡിവൈഡഡ് ബൈ
epsilon 0 is equal to E into 4 pi r square. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഏരിയ എന്നത് ചാർജ്ഡ് ബോഡിയുടെ ഏരിയ ആണ്. നേരത്തെ നമ്മളിവിടെ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു, എക്ക് 4 pi r square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. ഇവിടെ ഏരിയ ഗോസിയൻ സർഫസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇതാണ് ഗോസിയൻ സർഫസ്. അത് സ്ഫെറിക്കൽ സർഫസ് ആയതുകൊണ്ട് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4 pi r square. ഇപ്പം നമ്മൾ എടുക്കുന്നത് ചാർജിനെയാണ് Q ഇൻറ്റു എ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചാർജുള്ള ബോഡിയുടെ ഏരിയ, ചാർജ് ഈ ബോഡിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ 4 pi ക്യാപിറ്റൽ r square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എയുടെ സ്ഥാനത്ത് 4 pi ഏരിയയാണ്. എന്തിൻ്റെ ഏരിയ? ചാർജ്ഡ് ബോഡിയുടെ ഏരിയ. ചാർജ്ഡ് ബോഡിയുടെ ഏരിയ 4 pi ക്യാപിറ്റൽ r square ആണ്. സോ ഈ സ്റ്റെപ്പ് എങ്ങനെ മാറുന്നു? സിഗ്മ ഇൻറ്റു 4 pi ക്യാപിറ്റൽ r square ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ എക്ക് പകരം 4 pi r square എന്ന് കൊടുത്തു. ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4 pi r square. ഇവിടെ 4 pi ക്യാൻസൽ ആയാൽ ഇ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ക്യാപിറ്റൽ r square ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 സ്മോൾ r square. എപ്സിലോൺ 0 സ്മോൾ r square. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോസസ് തിയറത്തിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് പാർട്ട്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു സ്ഫെറിക്കൽ ഷെല്ല് കാരണം അതിൻ്റെ പുറത്തുള്ളൊരു പോയിന്റ്, അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ? സിഗ്മ ക്യാപിറ്റൽ r square ബൈ എപ്സിലോൺ 0 സ്മോൾ r square. ക്യാപിറ്റൽ R എന്നത് ചാർജ്ഡ് ബോഡിയുടെ റേഡിയസ് ആണ്. സ്മോൾ r എന്നത് എവിടെയാണോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്ക് സെൻറ്റർ എന്നുള്ള ദൂരം, പക്ഷെ അതായിരിക്കും നമ്മുടെ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ. ഒരു ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ല് കാരണം അതിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സ് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഗോസിയൻ സർഫസിലൂടെയുള്ള ഫ്ലെക്സ് ഇ എ കോസ് തീറ്റ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഇവിടെ കോസ് 0 1 ആണ്. കോസ് 0 1 ആവുന്നത് കൊണ്ട് ഇ ഇൻറ്റു എ എന്ന് മാത്രം വരുന്നു. ഏരിയ 4 pi സ്മോൾ r square ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഗോസസ് തിയറം പ്രകാരം ഫൈക്ക് പകരം Q ബൈ എപ്സിലോൺ 0 എന്ന് കൊടുക്കുന്നു. പിന്നെ ബാക്കി ഇ ഇൻറ്റു 4 pi r square തന്നെ. ഈ ക്യൂവിനെ നമുക്ക് ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് സിഗ്മ ഇൻറ്റു എ എന്ന് എഴുതാം. സോ സിഗ്മ എ ബൈ എപ്സിലോൺ 0. ഈ ചാർജ്ഡ് ബോഡിയുടെ ഏരിയക്ക് 4 pi ക്യാപിറ്റൽ r square എന്ന് കൊടുക്കുമ്പോൾ ഈ 4 pi ക്യാൻസൽ ആവുന്നു, ഈയുടെ ഇക്വേഷൻ ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ. ഇനി നമുക്ക് അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ കണ്ടുപിടിക്കണം. പിന്നെ ഇൻസൈഡ് ഉള്ളിലൊരു പോയിന്റ്, ഈ 3 പോയിന്റിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിരിക്കുന്നത് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെല്ലാണ്. ഔട്ട്സൈഡ് ദ ഷെൽ. അപ്പോൾ നമ്മൾ ഗോസിയൻ സർഫസ് വരച്ചിരിക്കുന്നതും ഔട്ട്സൈഡ് ആണ്. നമ്മൾ നോക്കൂ, ഗോസിയൻ സർഫസ് വരച്ചത് നോക്കൂ, നമ്മുടെ ഈ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്താണ്. കാരണം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെല്ലാണ്. ഇനി അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ, ഓൺ ദി സർഫസ് ആണെങ്കിലോ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെയാണ് നേരത്തെ കണ്ടുപിടിച്ചത്. ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടെയാണെങ്കിൽ നമ്മൾ ഇനി വരക്കാൻ പോകുന്ന ഗോസിയൻ സർഫസും അവിടെ ആയിരിക്കുമല്ലോ. ഈ ഗോസിയൻ സർഫസ് ഇനി വേണ്ട, ഇവിടെയാണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ ഗോസിയൻ സർഫസും വരേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്മോൾ r ക്യാപിറ്റൽ R ഈക്വൽ ആകും. ക്യാപിറ്റൽ R എന്നത് ഈ ചാർജ്ഡ് ബോഡിയുടെ റേഡിയസ് ആണ്. സ്മോൾ r എന്നത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റിലേക്കുള്ള ദൂരം. അത് രണ്ടും സെയിം ആവുകയാണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് സ്മോൾ r ക്യാപിറ്റൽ R ഈക്വൽ ആയാൽ തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ ഏതായിരുന്നു? ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ക്യാപിറ്റൽ R സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 സ്മോൾ r സ്ക്വയർ എന്ന ഇക്വേഷനാണ് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത്. ഇതിൽ സ്മോൾ r ക്യാപിറ്റൽ R ഈക്വൽ ആകുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇതാണ് അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. ഇനി അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ എന്തായിരിക്കും? ഇൻസൈഡ് ദ ഷെൽ ഫ്ലെക്സ് 0 ആണ്.
ഫ്ലെക്സ് 0 എന്ന് എന്തുകൊണ്ടാണ്? ഇൻസൈഡ് ദ ഷെൽ എന്ന് പറയുമ്പം ഈ പോയിന്റാണ്. ഈ പോയിന്റിൽ നമ്മൾ ഇത് വെച്ചൊരു ഗോസിയൻ സർഫസ് വരച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചാർജ് 0 ആണ്. ഇതിൻ്റെ ഉള്ളിൽ ചാർജ് 0 ആണ്. ഉള്ളിൽ ചാർജ് 0 ആണെങ്കിൽ ഫ്ലെക്സും 0 ആയിരിക്കുമല്ലോ. കാരണം ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ Q/ε0 എന്നാണ്. അപ്പോൾ ഫ്ലെക്സ് 0 ആകുന്നത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡും 0 ആണ്. അപ്പോൾ ഇൻസൈഡ് ദ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പോൾ നമ്മളൊരു സ്ഫെറിക്കൽ ഷെല്ല് കാരണം, ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ല് കാരണം 3 സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ആദ്യം അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്, σR²/ε0 സ്മോൾ r². രണ്ടാമത് കണ്ടുപിടിച്ചത് അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. അപ്പോൾ സ്മോൾ r ക്യാപിറ്റൽ R ഈക്വൽ ആകുമ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ആയിട്ട് σ/ε0. മൂന്നാമത് കണ്ടുപിടിച്ചത് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ. ഇൻസൈഡ് ദ ഷെൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഫ്ലെക്സ് 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇതാണ് ഗോസസ് തിയറത്തിൻ്റെ 3 ആപ്ലിക്കേഷൻസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ്, ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ. അടുത്തത് പ്ലെയിൻ ഷീറ്റ്. മൂന്നാമത്തത് ഇപ്പോൾ സ്ഫെറിക്കൽ ഷെൽ. അപ്പോൾ ഗോസ് തിയറത്തിൻ്റെ അഥവാ ഗോസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും ഈ 3 ആപ്ലിക്കേഷൻസും കൃത്യമായി പഠിച്ചാൽ നമുക്കതിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും കൃത്യമായിട്ട് ഡെറിവേഷൻ എഴുതി പഠിക്കുക, ഡയഗ്രാം വരച്ച് എഴുതി പഠിക്കുക. അതേപോലെ ഫൈനൽ ഇക്വേഷൻസും പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക.